Hi all. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോമിക് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. റിയാക്റ്റിനകത്ത് ഫോംസ് വെച്ചിട്ട് നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫോമിക് ലൈബ്രറി വെച്ചിട്ടാണ്. അപ്പം ആ ലൈബ്രറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ഫോമിക്കിൻ്റെ ചെറിയൊരു ലൈബ്രറിയുടെ ഫോമിക് ഇൻസ്റ്റാൾ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. npmന്റെ ഫോമിക്കിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ നിന്ന് npm-i ഫോമിക് എടുക്കുന്നു. തിരിച്ചതിലേക്ക് വരുന്നു. npm-i ഫോമിക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫോമിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോംസ് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഫോമിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം കൊണ്ട് ജസ്റ്റ് ഫോമിക് ലൈബ്രറി ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് വരാം. ഫോമിക്കിൻ്റെ ഓവർവ്യൂവിലേക്ക് പോവാണ് ഞാനിപ്പോൾ. അപ്പം ഫോമിക്കിൻ്റെ ഓവർവ്യൂവിനകത്ത് ട്യൂട്ടോറിയലിനകത്ത് പോയിട്ട് നമ്മൾ പ്രീ റിക്വസ്റ്റ് ഒക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. റിയാക്ട് അറിയണം, റിയാക്ട് ഹുക്ക് അറിയണം, അങ്ങനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോമിക് ഈസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് റിയാക്ട് കമ്പോണൻസ് ആൻഡ് ഹുക്സ് ഫോർ ബിൽഡിംഗ് ഫോംസ് ഇൻ റിയാക്ട് ആൻഡ് റിയാക്ട് നേറ്റീവ്. റിയാക്റ്റിലും റിയാക്ട് നേറ്റീവിലും ഒരുപോലെ ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ഗ്രൂപ്പ് ഓഫ് റിയാക്ട് കമ്പോണൻസ് ആണ് ഫോമിക് എന്ന് പറയുന്നത്. It helps in three most annoying parts: getting values in and out of the form. Form and the values എടുക്കാന്, validation and error message, handling form submission. ഈ മൂന്ന് കാര്യങ്ങൾക്കും എളുപ്പമാണ് റിയാക്ട് ഫോമിക്കിനകത്ത് ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫോമിക്കിൽ ഓൾറെഡി ഇതിനകത്ത് ഇൻബിൽട്ട് മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. By co-locating all of the above in one place, Formik keeps things organized, making testing, refactoring, reasoning for your forms a breeze. തിങ്സ് ഓർഗനൈസ്ഡ് ആയിരിക്കും. ടെസ്റ്റിങ്ങും റീഫാക്ടറിങ്ങും എല്ലാം കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ന്യൂസ് ലെറ്റർ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോമിക്, യൂസ് ഫോമിക്. നമ്മൾ പക്ഷേ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഫോമിക്, യൂസ് ഫോമിക് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂസ്, ഇമെയിൽ, ഓൺ സബ്മിറ്റ്, അലേർട്ട്. ഇപ്പം ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺ സബ്മിറ്റ് ഈക്വൽ ടു ഫോമിക് ഡോട്ട് ഹാൻഡിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ഫോമിക് എന്ന ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചത്. ഈ എക്സാമ്പിളിനകത്ത് യൂസ് ഫോമിക് എന്നൊരു ഹുക്ക് വെച്ചിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ്ലി ഈ ഹുക്ക് യൂസ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതിനകത്ത് വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഇവിടെ പോയി ഫീൽഡ്, ഫോം, ഫോമിക്, ഇങ്ങനെ മൂന്ന് കമ്പോണൻസ് ഉണ്ട്. ഫോമിക് ഈസ് എ കമ്പോണൻറ്റ് that helps you to build in Formik. It uses render pro pattern made popular by the library like React Motion and React Router. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോമിക്, ഇപ്പം നമ്മൾ യൂസ് ഫോമിക് ഒരു മെത്തേഡാണ്, പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ് മെത്തേഡാണ് ഫോമിക് എന്നത്. നമ്മൾ ആ ഫോം നമുക്ക് വേണ്ട ഇനിഷ്യൽ വാല്യൂസ്, ഇപ്പം നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി ഇനിഷ്യൽ വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നു. അതിന് ഓൺ സബ്മിറ്റും ആക്ഷൻസും പാസ് ചെയ്ത് വിടുന്നു. ആ പ്രോപ്സ് വെച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്, ഫോം ഓൺ സബ്മിറ്റ് ഇസ് ഈക്വൽ ടു പ്രോപ്സ് ഡോട്ട് സബ്മിറ്റ്, ഓൺ ചേഞ്ച് ഇസ് ഈക്വൽ ടു പ്രോപ്സ് ഡോട്ട് ഹാൻഡിൽ. ഇതൊക്കെ ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഫോമിക്ക്. ഫോം എന്ന് പറയുമ്പോൾ ഫോം ഉണ്ട്, ഫീൽഡ് അറേ ഉണ്ട്. അപ്പം ഇതിനകത്ത് കൃത്യമായിട്ടൊരു ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് പല രീതിയിൽ നമുക്കത് ചെയ്യാം. അതിനകത്ത് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡിൽ നിന്നായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് സമയവും കുറവാണ്, നമുക്ക് ചെയ്യാൻ ഒത്തിരി ഉണ്ട്. കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോണ്ടാക്റ്റിനകത്തുള്ള contact.js എന്ന് പറയുന്ന കോണ്ടാക്റ്റിനകത്തൊരു ഫോം ക്രിയേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് npm-i ആണ്. യപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോമിൻ്റെ വാലിഡേഷൻ ആണ്. നമുക്ക് രണ്ട് രീതിയിൽ ഫോം വാലിഡേഷൻസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒന്ന് വാലിഡേഷൻ സ്കീമ വെച്ചിട്ടാണ്. വാലിഡേഷൻ സ്കീമ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ യപ്പ് വേണം. അപ്പോൾ യപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു.
ഏകദേശം ഫോമിക്കിൻ്റെ സെറ്റപ്പ് ഇവിടെ കഴിഞ്ഞു.